ഖുർആന്റെ ഹാർട്ട് എന്ന് പറയാനുള്ള കാരണം എന്താ? ഖുർആന്റെ ഹേർട്ട് മീൻസ് ഹേർട്ട് മീൻസ് എന്താ? നമ്മൾ ഹേർട്ട് ആണ് എന്താ? ഹൃദയം. ഹൃദയം. ആ ഹൃദയം എന്താണ്? ആ ഹൃദയം നമ്മുടെ രക്തമൊക്കെ പമ്പ് ചെയ്യുന്നതൊക്കെ എന്താണ്? ഹൃദയല്ലേ? അപ്പം ആ ഹൃദയം ഇല്ലെങ്കിൽ എന്ത് നമ്മളെ ജീവൻ തന്നെ എന്തായാലും നിൽക്കൂല. കാരണം രക്തോട്ടം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയം വേണം അല്ലേ? ഒരാളെ ഹൃദയം നശിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ മെഷീനൊക്കെ വെക്കും അല്ലേ? ആ നിൽക്കല്ല. ഖുർആന്റെ എല്ലാ ബാക്കിലെ എല്ലാ സൂറത്തിലും പറയുന്ന എല്ലാ കാര്യങ്ങളും യാസീനിലുണ്ട്. അത് മാത്രമല്ല നമ്മളെ ഇമ്പോർട്ടന്റ് കുറെ പോയിന്റ് എന്ത് നമ്മുടെ ജീവിതത്തിൽ ഇനി വരുന്ന കുറെ കാര്യങ്ങളെ പറ്റി അല്ലെ, നമ്മൾ ആഖിറത്തിൽ വരുന്ന പറ്റി കുറെ സാധനങ്ങൾ യാസീനിൽ പറയുന്നുണ്ട്. ആഖിറത്തിൽ വരുന്നതും നമുക്ക് ഇനി ഉണ്ടാകാനുള്ള കുറെ കാര്യങ്ങൾ പേടിപ്പെടുത്തുന്ന സാധനങ്ങളൊക്കെ യാസീനിൽ പോയിന്റ്സ് ഒക്കെ യാസീനിൽ പറയുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇതിന് ഹേർട്ട് ഓഫ് ഖുർആൻ ഒരു അർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ ആഖിറത്തിൽ നമുക്ക് ജീവിതത്തിൽ വരുന്ന കുറെ നമുക്ക് വരാനുള്ള കുറെ കാര്യങ്ങൾ യാസീനിൽ കൃത്യമായിട്ട് അർത്ഥം വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ മരണത്തിന്റെ സമയത്തൊക്കെ മരണം ആസന്നമാകുമ്പോഴും അത് മരിച്ചാലും എന്ത് ചെയ്യുന്നത്? യാസീനൊക്കെ പോകുന്നത്. അപ്പൊ അന്നേരം നമുക്ക് ഇപ്പൊ കൃത്യമായിട്ട് പഠിക്കാൻ എന്ത് ചെയ്യും? നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടാൽ നമ്മളിപ്പോ മൈക്കിലൊക്കെ ഓന്നുകളൊക്കെ കേട്ടുണ്ടാവും. അപ്പൊ അന്നേരം നമ്മൾ സ്പീഡ് ഓതുകയോ ജീവിതമൊന്നും ഇല്ലാതൊക്കെ ഓതുകയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും? നമ്മുടെ ഫാമിലിയൊക്കെ എത്ര കുട്ടിക്ക് ഓതാൻ അറിയില്ലാതൊക്കെ മനസ്സിലാക്കും. അതായത് മരിച്ചൊരാൾക്ക് വേണ്ടിയാണ് ഓതുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് ഓതുകയാണെങ്കിൽ നമ്മളെ ഒറ്റയ്ക്ക് ആർക്കും കൂടി ബാധിക്കും? ഈ മരണപ്പെട്ട ആളുകൾ എന്തെങ്കിലും ബാധിക്കും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ കൃത്യമായിട്ട് കളിക്കാതെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഓതാൻ വേണ്ടി ശ്രമിക്കുക. ക്ലിയർ? മനസ്സിലായോ? നമ്മൾ അധികം ഏത് വല്യമാർക്കും കാണാതെ തന്നെ സൂറത്ത് യാസീന് അല്ലെ? എത്ര വയസ്സായി യാസീൻ മറക്കൂല. അത് എന്തുകൊണ്ടാ? നമ്മൾ എന്നും ഓതേന്റെ സൂറത്താണ് യാസീന് അല്ലെ? യാസീന്, മുൽക്ക് ഇതൊക്കെ എന്നും ഡെയിലി എന്ത് ചെയ്യണം? നമ്മൾ ഓതേന്റെ സൂറത്താണ്. മനസ്സിലായോ? ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ ഇത്തിരി സമയം മാറ്റി വെച്ചിട്ട് യാസീൻ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യം വന്നത് ഇതാ. എല്ലാം പഠിക്കേണ്ട ആവശ്യം. ബാക്കി 113 സൂറത്ത് അല്ലെ? പക്ഷെ 112 ഫാത്തിഹ കൂട്ടാതെ 112 സൂറത്ത് ഖുർആൻ വേറുണ്ട്. അതൊന്നും ഇത്ര ഇമ്പോർട്ടന്റ് കൊടുക്കാതെ നമ്മൾ ഇത്രയും സമയം മാറ്റി യാസീൻ ചെറിയ 2-3 ആയത്ത് പഠിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മൾ കളിക്കാനോ ചിരിക്കാനോ ടൈം വരുന്നുണ്ടല്ലോ. ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് നിങ്ങൾ കളിക്കാനും ചിരിക്കാനൊക്കെ തരുന്നുണ്ട്. പിന്നെ തരുന്ന ഒരു 40, 20, 30 മിനിറ്റ് അരമണിക്കൂർ ക്ലാസ് എടുക്കുള്ളൂ. അത് കൃത്യമായി ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. കാരണം ഇങ്ങനെ ഈ ക്ലാസ് പിന്നെ ഇനി കിട്ടൂല ജീവിതത്തിൽ. യാസീന്റെ ക്ലാസ് അതായത് ഖുർആൻ നമ്മൾ ഇപ്പൊ എടുക്കുന്ന ചാപ്റ്റർ നിങ്ങൾ പോയി 4ാം ക്ലാസ് എത്തി അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ വലുതായ വലിയ ഭൗതിക വിഷയങ്ങളൊക്കെ ആയിരിക്കും അധികം ആളുകളും പോവുക. അപ്പം ഖുർആൻ ഇങ്ങനെ ഓതാനോ അല്ലെ കൃത്യമായി പഠിക്കാനോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സമയം കിട്ടൂല. അതുകൊണ്ട് ഈ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? വായിക്കും, ഖുർആൻ ഓതുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ.